ഹലോ, ഇന്ന് നമുക്ക് ഒരു നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാം. ഏറ്റവും ആരോഗ്യകരമായ ചമ്മന്തിയാണ്. ഇതിലേക്ക് ഞാനൊരു 6 നെല്ലിക്ക കഴുകിയിട്ട് നമ്മളിതുപോലെ കനലിൽ ചുട്ടെടുക്കണം. കനലില്ലാത്തവർ ഗ്യാസിൽ കൊടിൽ കൊണ്ടോ അല്ല പപ്പടം കുത്തിയിട്ടോ എങ്ങനെയെങ്കിലും ചുട്ടെടുക്കാം. അത് നന്നായിട്ട് ചുടണം, അതായത് പുറം ഭാഗമൊക്കെ കരിഞ്ഞ് വരണം. അപ്പോഴത്തേക്ക് ശരിക്കും നെല്ലിക്ക വെന്ത് വരും. നെല്ലിക്ക വെന്ത് വന്നാൽ നമുക്ക് ചമ്മന്തി അരക്കുമ്പോൾ അതിൻ്റെ ചവർപ്പുണ്ടാവും. നെല്ലിക്കക്ക് ആ ചവർപ്പൊന്നും തോന്നുകയില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കനലുള്ളവർ ഇങ്ങനെ കനലിലിട്ട് തിരിച്ചും മറിച്ചും കനലിലേക്ക് അതിൻ്റെ സൈഡ് മാറ്റി വെച്ച് ഇത് മുഴുവനായിട്ട് വരണ്ട, എന്നാൽ ഏകദേശം ഒരുവിധം എല്ലാ ഭാഗവും പുറം ഭാഗം കരിയുന്നത് വരെ ചുട്ടെടുക്കുക. അങ്ങനെ ഇതുപോലെ ചുട്ടെടുക്കുക. ചില ഭാഗങ്ങളിൽ തട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുമില്ല, അത് അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാകും. ഈ ഒരു 6 നെല്ലിക്ക നമുക്ക് ഒരു 3 ആൾക്കൊക്കെ ഒരു ഉച്ചക്ക് ചോറിന് കഴിക്കാൻ കറക്റ്റായിട്ടുണ്ടാവും. അതിലും അധികം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക എന്ന് പറയുന്നു. അപ്പോൾ ഇത് എങ്ങനെ ചെയ്താലും നെല്ലിക്കയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങൾ വേവിച്ചാലോ അല്ല ചുട്ടാലോ ഒന്നും അതിൻ്റെ വൈറ്റമിൻ സി ഒരിക്കലും നഷ്ടപ്പെടില്ല. അതാണ് നെല്ലിക്കയുടെ പ്രത്യേകത. പിന്നെ ചവനപ്രാശം ഒക്കെ ഉണ്ടാക്കുന്നത് ഈ നെല്ലിക്ക ആണ് മെയിൻ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. അങ്ങനെ അത് കറുത്ത ഭാഗം പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലൊന്ന് കഴുകിയെടുക്കാം. ഒരുപാട് നന്നായി കഴുകുകയൊന്നും വേണ്ട, വെറുതെ അതിൻ്റെ കറുപ്പ് തോലൊന്ന് പോകുകയേ വേണ്ടൂ. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക. ചെറിയതെന്നല്ല, അതിൻ്റെ കുരു വേർപെടുത്തുക, അത്രയേ വേണ്ടൂ. ഇപ്പോൾ ഈ കോവിഡ് ആദ്യം കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട്, അതൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ കോവിഡിനൊക്കെ വൈറ്റമിൻ സി ഭയങ്കരം നല്ലതാണ്, അപ്പോൾ ചവനപ്രാശം കഴിക്കണം എന്നൊക്കെ ഡോക്ടേഴ്സിൻ്റെ കുറിപ്പുകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പച്ച നെല്ലിക്കയുടെ ജ്യൂസ്, അല്ലെങ്കിൽ നെല്ലിക്ക ഉപ്പിലിട്ടത്, നെല്ലിക്ക ഇതേപോലെ ചമ്മന്തിയാക്കിയതൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു 6 നെല്ലിക്കക്ക് ഞാൻ 6 കാന്താരി എടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം കറിവേപ്പിലയും 1 സ്പൂണ് മാത്രം തേങ്ങ തീരെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നെല്ലിക്കയും കാന്താരിയും മാത്രം മതി. ഇനി അതിലേക്ക് ആവശ്യമായ ഒരല്പം ഉപ്പും ചേർത്ത് ചതച്ചെടുക്കുക. കഴിയുന്നത് മിക്സിയിൽ തിരിച്ചെടുക്കാതെ ഇങ്ങനെ ചതച്ച് തന്നെ എടുക്കുക. ചതച്ചെടുത്താൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അരഞ്ഞു പോയാലുള്ള ടേസ്റ്റ് പോകും. ഇതിൽ നിന്നിപ്പോൾ നമുക്കിടയ്ക്ക് കാന്താരിയും നെല്ലിക്കയും ഒക്കെ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും, അതിൻ്റെ രുചി അറിയുകയും ചെയ്യും. അത്രയേ വേണ്ടൂ. അതിനാണ് ഇത് ചതച്ച് തന്നെ എടുക്കുന്നത്. പിന്നെ നെല്ലിക്ക പെട്ടെന്ന് ചതയും, അത് വെന്തതാണ്. അപ്പോൾ നമുക്ക് ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടേയില്ല, നീര് തെറിക്കില്ല, എല്ലാം ഉണ്ട്. അങ്ങനെ ഇത് നമുക്ക് ഇതിൻ്റെ കല്ല് കൊണ്ട് തന്നെ നന്നായി ചതച്ചെടുക്കാം. ഒരുപാട് സ്ഥലം കിട്ടില്ല, അതുകൊണ്ട് ആദ്യത്തെ ട്രിപ്പ് തേങ്ങയും ഉപ്പും ഒക്കെ ചേർത്തത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെല്ലിക്ക മാത്രം ചതച്ച് എടുത്തിട്ട് നമുക്കിനി ഇത് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ഏറ്റവും നല്ല ടേസ്റ്റ്. ഇത് ദോശക്ക് കൂട്ടാം, നല്ല പുളിയും ഒക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഏറ്റവും ഹെൽത്തിയും അങ്ങേയറ്റം എല്ലാവിധ ഔഷധ ഗുണങ്ങളുമുള്ള ഈ നെല്ലിക്ക ചമ്മന്തി കഴിയുന്നതും ദിവസവും ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. Thanks for watching. Please subscribe and share.